വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണാഘോഷം നിർവഹിക്കുന്ന പോവുകയാണ്. പലരുടെയും മുഖങ്ങൾ ഇവിടെ കാണുവാനായിട്ടില്ല. ചിലര് പ്രസന്നവരായിരിക്കുന്നു, ചിലവരുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷവും കാണുവാനില്ല. എന്തായാലും കേരളീയർ സന്തോഷിക്കുന്നതിന് പോകുന്നതായ ഈ അവസരത്തിൽ നമുക്കും സന്തോഷിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം സംസാരിക്കാൻ നടക്കുന്നതാണ് ഞാൻ പോകുന്നത്. ഇവിടെ എത്ര പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്? എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. ഇനി സ്നാനപ്പെടാൻ എത്ര പേരുണ്ട്? സ്നാനപ്പെടാത്തവർ? ഓക്കെ. അപ്പോൾ നമുക്കൊരു സ്നാനം ഈ മാസം 30-ാം തീയതി ക്രമീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്നാനപ്പെടാനുള്ള എല്ലാം വരികയാണ്. സ്നാനപ്പെടണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ചാണ്. എപ്പോഴാണ് സ്നാനപ്പെടുന്നത്? സ്നാനപ്പെടേണ്ടത് എപ്പോഴാണ്? സ്നാനപ്പെട്ടവർക്കും പറയാൻ ഇതിൻ്റെ ആൻസർ. സ്നാനപ്പെടേണ്ടത് എപ്പോഴാണ്? അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധം വരുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്നത് സ്നാനപ്പെടുന്നത്. അപ്പൊ പാപത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? പാപം എന്താണെന്ന് അറിയാം. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ പാപത്തെക്കുറിച്ച് നമ്മൾ ബോധമാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യണം സ്നാനം. പാപത്തിന്റെ വഴികളിലൂടെ പിന്നെ സഞ്ചരിക്കാതിരിക്കാൻ നമ്മൾ സ്നാനം. നമ്മൾ സ്നാനപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യാറുണ്ട്? എന്ത് ചെയ്യാറുണ്ട്? പാപ വഴികൾ സഞ്ചരിക്കാൻ ചെയ്യാറുള്ളത് അല്ലേ? നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമുക്ക് ദൈവം ഒരു ദാനം നൽകുന്നു. എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവെന്ന ദാനം അല്ലേ? സ്നാനപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ദൈവത്തിന്റെ ദാനമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം. ഈ ദാനം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് പാപ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നത് ആരുണ്ട്? പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ആരും കാണുന്നില്ല. രാത്രിയല്ലേ, ആരും കാണുന്നില്ല പാപം അല്ലെ? പകലല്ലേ, ആരും കാണാതെ പാപം ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു എങ്കിൽ ആര് കാണുന്നുണ്ട്? കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന നിങ്ങളുടെ ദാനമാണ്. ആ ദാനത്തെ ഒരിക്കലും ചെയ്ത് ദുഃഖിപ്പിക്കുകയും. അതുകൊണ്ടാണ് പാപത്തെ നീതിയെ കുറിച്ച് ബോധം വരുന്നതായ സമയത്ത് ചെയ്യണം സ്നാനപ്പെടുന്നു. പിന്നെ പാപത്തിന്റെ വഴിയിലേക്ക് പോകാതിരിക്കുന്നു. സ്നാനപ്പെടുന്നു കേട്ടത്? സ്നാനപ്പെടേണ്ടതായ എല്ലാവരും 30-ാം തീയതിക്ക് മുമ്പ് ഈ സെപ്റ്റംബർ 30-ന് ഒരു സ്നാനം ഉണ്ട്. അതിന് മുമ്പ് സ്നാനപ്പെട്ടിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. എല്ലാ മനുഷ്യരും പാപം ചെയ്തിട്ട് ദൈവ തേജസ്സില്ലാത്തവരെയുമാണ്. പാപം ചെയ്യുന്നതിന്റെയും ദൈവ തേജസ്സിനെയും നഷ്ടപ്പെട്ടു പോകും. പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. പാപം ചെയ്യുന്നെങ്കിലും ദൈവ തേജസ് നമ്മൾ തന്നെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നത് കൊണ്ട് മനുഷ്യവർഗത്തിന് ശുദ്ധീകരണം ആവശ്യമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. എന്താണ്? ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണോ എന്ന് അല്ലേ?
എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ബാപ്റ്റിസം ഇതിന്റെ അർത്ഥമാണ് ഈ പദത്തിന് വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ ആഴ്ത്തുക എന്നൊക്കെയാണ് അർത്ഥം. ബാപ്റ്റിസം പറഞ്ഞ അർത്ഥമാണ് വെള്ളത്തില് മുക്കുക, ആഴ്ത്തുക എന്നുള്ളത്. അപ്പോ ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇതിന്റെ അർത്ഥമാണ് മറന്നു പോകരുത്, എപ്പോഴും പറയാനും പറ്റത്തില്ല, ഇത് ഓർത്ത് ചെയ്യണം കേട്ടല്ലോ. അപ്പൊ ഇതിന്റെ അർത്ഥം മുക്കുക, ആഴ്ത്തുക എന്നാണ്. സ്നാനം എന്ന വാക്കിനർത്ഥം കുളി എന്നുള്ളത് അല്ലേ? സ്നാനം എന്ന വാക്കിന് വേറെ അർത്ഥം വീണ്ടതാണ് കുളി. മറ്റുള്ളതായ എല്ലാ ആളുകളും ചെയ്യും, അവരുടേതായ ആരാധന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? കുളിക്കും അല്ലേ? കുളിച്ചിട്ട് പോകും. കുളിക്കാതെ പോകും. ഇന്ന് കുളിക്കാതെ കൊണ്ടുവന്നത് നമ്മുടെ ദൈവത്തിന് അടുത്തേക്ക് വരുമ്പോൾ കുളിക്കാതെ കൊണ്ടുവന്നു കൈ വർക്കുകയും എല്ലാവരും കുളിച്ചാവല്ലേ. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്ത് വേണം? ഒരു വിശുദ്ധി ആവശ്യം അല്ലേ? അപ്പൊ അതുകൊണ്ട് വേണം നാം ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പോകേണ്ടവരാണ് അല്ലേ? അപ്പോഴത്തെ വേണം ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമില്ലേ? ആവശ്യമില്ലേ? അപ്പോൾ വേണം ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. പല മതങ്ങളിലും എന്തുകൊണ്ട് ശുദ്ധീകരണത്തിനായി അവർ കുളിക്കുന്നു. അതൊരു ബാഹ്യമായ കുളിയാണ് അല്ലേ? പള്ളിയിൽ പോകുന്നവര് അല്ലാതെ മറ്റുള്ളതായ പള്ളിയിൽ മോശത്തിൽ പോകുന്നവരൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്നാനത്തിന് വലിയൊരു അർത്ഥമുണ്ട്. സ്നാനത്തിന് വലിയൊരു അർത്ഥമുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും കുളിച്ച് വൃത്തിയായി അവരുടേതായ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ അതിൽ ഒരു വിശുദ്ധീകരണം നമുക്ക് സംഭവിക്കുന്നില്ല. എന്നാൽ 1 യോഹന്നാൻ 1:7 വാക്യം എന്നാണ് പറയുന്നത്, നമുക്കൊരു വിശുദ്ധീകരണം ആവശ്യമാണ്. അത് എന്തിലൂടെ മാത്രമേ സാധ്യമായി തീരൂ എന്നാണ് പറയുകയാണ്. എന്താണ് 1 യോഹന്നാൻ 1:7 വാക്യം? 1 യോഹന്നാൻ 1:7 വാക്യം. നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ രക്തം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ ഒരു വിശുദ്ധീകരണം മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് കാണുന്നത് സാധിക്കും അല്ലേ? നമുക്ക് വേണം ഒരു വിശുദ്ധീകരണം ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാല് അവന്റെ രക്തത്തിൽ നിന്നും പാപത്തിന്റെ കറ കഴുകാനുള്ളതായ ഒരു ഉറവയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. പാപത്തിന്റെ കറ കഴുകാനുള്ളതായ ഒരു ഉറവയാണെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം. യേശു ക്രിസ്തുവിന്റെ രക്തത്താല് കഴുകപ്പെട്ടവരായി മാറണം നാം ഓരോരുത്തരും അല്ലേ? എന്നാൽ പഴയ നിയമകാലത്ത് യാഗങ്ങളിൽ കൂടി പാപമോചനം യാഗങ്ങൾ അല്ലേ? നമുക്കറിയാം, ഏതെങ്കിലും പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സമാഗമനത്തിൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടായിരുന്നു, യാഗം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പാപം ചെയ്തുവെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് സൗകര്യം എപ്പോഴാണോ ആ സ്ഥലം എന്ത് ചെയ്യും? ഞാൻ രാവിലെയാണ് എന്ത് ചെയ്യും? ഒരു എന്റെ പാപത്തിന്റെ അതിന്റെ വലിപ്പമനുസരിച്ചാണ്. വലിയ പാപം എന്ത് ചെയ്യും? വലിയ മൃഗത്തിന്റെ യാഗം കഴിക്കും. ചെറിയ പാപമാണെങ്കിൽ ഒരു പ്രാവിനെയോ ഒരു ആൺകുട്ടിയോ യാഗം കഴിക്കും. അങ്ങനെ യാഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുമായിരുന്നു, പാപമോചനം നമുക്ക് ലഭിച്ചിരുന്നു. എങ്കില് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നതിലാണ് സ്നാനത്തിലൂടെ അല്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പാപമോചനം ലഭിക്കുന്നത് സ്നാനത്തിൽ കൂടിയാണ്. പുതിയ നിയമത്തിൽ സ്നാനത്തിൽ കൂടി ശുദ്ധീകരണം നമുക്ക് അനുഭവിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും സ്നാനത്തെ കുറിച്ച് പറയുന്നു. എല്ലാ ക്രിസ്ത്യാനികളും പറയുക
എന്നാൽ വിവിധ തരത്തിലുള്ളതായ സ്നാനങ്ങൾ ഇന്ന് ഉണ്ട്. വിവിധ തരം സ്നാനങ്ങളുണ്ട്. പക്ഷെ ഈ സ്നാനത്തിനൊരു വ്യക്തമായ അർത്ഥമുണ്ട്, അല്ലേ? പിന്നെ മറ്റുള്ളതായ സഭകളിലൊക്കെ വിവിധ തരത്തിലുള്ള സ്നാനങ്ങൾ ഉണ്ട്. ഒന്ന് എന്താണ്? ശിശു സ്നാനമുണ്ട്. ശിശു സ്നാനം വേദപുസ്തകമായിട്ട് ശരിയാണോ? ആണോ? അല്ല. എപ്പോഴാണ് സ്നാനപ്പെടേണ്ടത്? പാപത്തെ കുറിച്ച് ബോധമുള്ളതായ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്, സ്നാനപ്പെടേണ്ടത്. അപ്പൊ ശിശു സ്നാനം ശരിയാണോ? വേദപുസ്തകത്തിൽ ശിശുക്കളെ സ്നാനപ്പെടുന്ന പറയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ ശിശുക്കളെയും ചെയ്യുന്നു, സ്നാനപ്പെടുന്നു. അതെന്താണ്? തെറ്റാണ്. പിന്നെ മുഴുവൻ സ്നാനം, തളിച്ച് സ്നാനം, പൊടിക്കീഴ് സ്നാനം, പിന്നെ ഇപ്പൊ ഇന്റർനെറ്റ് വഴി സ്നാനം ഉണ്ട്. ഇതൊക്കെ ശരിയാണോ? ഈ സ്നാനമൊക്കെ ശരിയാണോ? ശരിയായ സ്നാനം ഏതാണ്? മുഴുവൻ സ്നാനം, അല്ലെ? മുങ്ങി, ജലത്തില് മുങ്ങിയുള്ളതായ സ്നാനമാണ് യഥാർത്ഥമായ സ്നാനം. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അപ്പോ ധാരാളം ഒടിക്കൽ സ്നാനമുണ്ട്. ഒരു പ്രത്യേക സഭ അതില് അവരുടെ മേലധികാരി ഒരു കൊടി വേണ്ടിയും പിടിച്ചിരിക്കും. അതിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ എന്തായി പറയുന്നു, സ്നാനമായി എന്ന് പറയുന്നു. സ്നാനം എന്ന് പറയുന്നത് എന്താ അർത്ഥം? കുളിയുമാണ്, അല്ലേ? ബാപ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുക്കുക, ആഴ്ത്തുക എന്നൊക്കെയാണ്. അപ്പോൾ ശരിയായ സ്നാനം എന്ന് പറയുമ്പോൾ എന്താണ്? ചില തളിച്ച് സ്നാനമുണ്ട്. ചില സഭകളില് തളിച്ച് ഇങ്ങനെ വെള്ളം തളിച്ച് കഴിഞ്ഞാൽ എന്തായി മാറി അതിന് സ്നാനം എന്ന് പറയുന്നു. കുളിക്കാൻ പോയിട്ട് കുളിക്കാൻ വേണ്ടി ഏതെങ്കിലും ആറ്റിലോ തോട്ടിലോ പോയതിനു ശേഷം നമ്മൾ കാലുമേയും കഴുകി വന്നാൽ കുളിച്ചെന്ന് പറയുന്നു. എന്നെന്താ പറയും? കാലുമുഖം കഴുകി വന്നല്ലേ പറയുള്ളൂ. അപ്പൊ ഈ തളിച്ച് സ്നാനത്തെ കളിക്കുന്ന സ്നാനമായിട്ട് കാണുകയാണ്. അത് സ്നാനം പറയുന്നു, പറയാൻ. അപ്പോ ശരിക്കും സ്നാനത്തിന് അതിൻ്റെതായ അർത്ഥം ഉണ്ട്. എന്താണ് സ്നാനത്തിന്റെ അർത്ഥം? സ്നാനത്തിന്റെ അർത്ഥം പോലെ എന്താണ്? ഒന്ന് പറഞ്ഞു. നിങ്ങൾ സ്നാനപ്പെടാനാണല്ലോ. ഒരർത്ഥമുണ്ട് സ്നാനത്തിന്. സ്നാനത്തിന് വലിയൊരു ആശയമുണ്ട്, അർത്ഥമുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. അത് നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുന്ന സമയം ചെയ്യുന്നു. പാപ മനുഷ്യനെ വെള്ളമാകുന്നതായ കല്ലറയിലേക്ക് ചെയ്യുന്നു, കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നു. ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പാപമായിട്ട് പുതിയ രൂപമായിട്ട് തീരുന്നു. പുതിയ മനുഷ്യനായിട്ട് അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നു. തളിച്ച് സ്നാനത്തിന് ആ അർത്ഥം വരുമോ? ഒരിക്കലും വരത്തില്ല, അല്ലേ? ഒരിക്കലും സ്നാനത്തിന് അത് വരത്തില്ല. നമ്മൾ ഓർക്കണം. അപ്പൊ ഈ സ്നാനം എന്നതായ പ്രക്രിയക്ക് വലിയൊരു അർത്ഥമുണ്ട്, വലിയൊരു ആശയമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന സ്നാനങ്ങളൊക്കെയും ഈ മുങ്ങി സ്നാനമാണോ അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ചു. ഒരു വ്യക്തി എത്ര നല്ലവനായാലും, എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും അവൻ എന്താവശ്യമാണ്? അവന് സ്നാനം ആവശ്യമാണ്, അല്ലേ? മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-20 വാക്യം വായിച്ചേ. 18 മുതൽ 20 വരെയുള്ള ഭാഗം ഒന്ന് വായിച്ചേ. 28-ാം അധ്യായം. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പതക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം
എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. എത്ര പറഞ്ഞ കാര്യമോ അല്ലേ? സ്നാനം കഴിപ്പിച്ച് വേണം ശിക്ഷിച്ചാക്കുക. അപ്പൊ എല്ലാ മനുഷ്യരെയും സ്നാനം കഴിപ്പിച്ചറിയാൻ പറഞ്ഞു ശിക്ഷിതാക്കളുമെന്നൊക്കെ വേണം ആവശ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ടും സ്നാനം ഏറ്റിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധമുള്ളതായ സമയത്തിന് എന്ത് ചെയ്യണം? അവരെ സ്നാനപ്പെടുത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ അവർ ഒരുപാട് പാപത്തിന്റെ വഴിയിലൂടെ അവരെന്ത് ചെയ്യും? സഞ്ചരിക്കും. ഇത് അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുന്ന സമയത്ത് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നു അവരുടെ മനസ്സിനകത്ത് എപ്പോഴും ചിന്തകളായിരിക്കും, ഞാൻ ദൈവത്തെ ഇരിക്കുന്നു, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി പാപത്തിന് വേണ്ട സഞ്ചരിക്കാൻ വണ്ണം എനിക്ക് കഴിയില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിനകത്ത് വരും. ഇത് മാതാപിതാക്കളാണ് പറയുന്നത്. എന്ന് പറയും, വേണ്ട, സമയമായില്ല, ആയില്ല എന്ന് അവരെ തന്നെ എന്ത് ചെയ്യും? പറഞ്ഞ് പഠിപ്പിച്ചത്. പാപത്തെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങള് അവർക്ക് ബോധം വരുന്ന സമയത്ത് സ്നാനപ്പെടുത്തി കഴിഞ്ഞാല് അവരുടെ മനസ്സിനകത്ത് തോന്നും, ഞാൻ ക്രിസ്തുവോട് ചേർന്നിരിക്കുന്നു, എന്റെ കർത്താവ് ഒരിക്കലും ചെയ്തില്ല, പാപത്തിന് വേണ്ടിയോട് പോകണമെന്ന് ഞാനും ചെയ്തിട്ടില്ല, അതിന് പാപത്തിന് ഞാൻ പരിപൂർണമായി തീർന്നു, ഇതിൽ നിന്ന് ഉപേക്ഷിച്ചു എന്നൊരു ചിന്ത അവരുടെ മനസ്സിനകത്തുണ്ടാകും. ആയതുകൊണ്ട് പാപത്തെ കുറിച്ച് എന്റെ കുഞ്ഞ് അത് അവൾ ഒരു 15 വയസ്സൊക്കെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പൊ അദ്ദേഹം സ്നാനപ്പെടണമെന്ന്. ഞങ്ങൾ സ്നാനപ്പെടാൻ ആവശ്യപ്പെട്ടില്ല, ഒന്നും പറഞ്ഞില്ല. എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തിച്ചു. സ്നാനപ്പെടുന്നത് വേണ്ടിയാണ് ക്രിസ്തുവിനോട് ചേരുവാനാണ്. ക്രിസ്തുവിന് വേണ്ടത് ക്രിസ്തുവിന് വേണ്ടാത്തവർ സ്നാനപ്പെടണം. ക്രിസ്തുവിന് വേണം എന്ന് ആഗ്രഹിക്കുന്നതായ മനുഷ്യൻ ചെയ്യണം. ക്രിസ്തുവിന് വേണ്ടാത്തവർക്ക് സുഖത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതായി മാറണമെങ്കിൽ നിങ്ങള് നിശ്ചയമായും സ്നാനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെ ഭാഗം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെ ഭാഗം വായിച്ചേ. സ്നാനം നമുക്ക് ആവശ്യമാണോ ഇല്ലയോ? ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കണം അല്ലേ? ഒരുവൻ ക്രിസ്തുവിലായ, ഒരുവൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിലായാൽ അവൻ അതായിരുന്നു പുതിയ സൃഷ്ടി, പുതിയ സൃഷ്ടിയായി മാറുന്നു. പുതിയ സൃഷ്ടിയായി മാറും. എന്ത് ചെയ്യണം? പുതിയ സൃഷ്ടിയായി മാറുന്നതിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്. അപ്പൊ നമ്മള് പുതിയ സൃഷ്ടി ആകണ്ടാവുന്നെങ്കിൽ അങ്ങനെ ഇരുന്നോണം, ജീവിതം ചെയ്തോ. പുതിയ സൃഷ്ടി ആകണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നോണം. കർത്താവിന് ആവശ്യം നമ്മള് പുതിയ സൃഷ്ടിയായി മാറണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യണം സ്നാനപ്പെട്ടു. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാവും. ക്രിസ്തുവിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരണം അല്ലേ? സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറും. അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കും. അതുകൊണ്ട് നിശ്ചയമായും സ്നാനപ്പെട്ടിരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യം വായിച്ചേ. അവിടെ എന്താ പറയുന്നത്? മർക്കോസ് 16-ാം അധ്യായം 15-16 വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. മക്കളെ, സുവിശേഷം പ്രസംഗിക്കണം. ഇത് പറയുന്നത് വിശ്വസിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ സുവിശേഷം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ അവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനോ അവന് ശിക്ഷാവിധി കിട്ടും. ദൈവത്തിന് കാര്യം പാപം ചെയ്യാനുള്ളതായ ലൈസൻസ് അത് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? പാപം ചെയ്യാനുള്ളതായ ലൈസൻസ് കിട്ടുകയാണ്. സ്നാനപ്പെടുമ്പോൾ ഒരു ബോധം വരും, അയ്യോ ഞാൻ എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞ് ഇനി പാപത്തിന് വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ട. സ്നാനപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാലോ അവൻ ശിക്ഷാവിധിയായി പോകും. സ്നാനപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ? അവന് ഭയമില്ല, ദൈവത്തെ ഭയമില്ല.
അവനെയും പാപത്തിന്റെ വഴികളിലൂടെ എന്തെയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവന് ശിക്ഷാവിധികൾ കൊടുക്കും, ദൈവം കൊടുക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പാപത്തെ കുറിച്ച് ബോധം വരുന്നതായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടിരിക്കണം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് വേണം നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും എന്ത് ചെയ്യണം? ജനിച്ചിരിക്കണം. ജനിക്കാതെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. വായിച്ചേ 14-ാമത്തെ വാക്യം. 12-ന്റെ 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അല്ലേ? അപ്പോ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ മൃഗത്തിൽ നിന്നും യാതൊരു നമുക്ക് ശുദ്ധീകരണം പറയാൻ പറ്റില്ല. അല്ലേ? പിന്നെ എങ്ങനെ പറ്റും? മൃഗങ്ങളെ യാഗം കൊടുത്ത് നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ പറ്റുമേ? അത് മാറിപ്പോയി. അല്ലേ? ഇപ്പൊ പിന്നെ എന്ത് ചെയ്യണം? സ്നാനം. അത് മാറും. അപ്പൊ എന്ത് ചെയ്യണം? നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടിരിക്കണം. മാനസാന്തരത്തിന്റെ അടയാളം കൂടിയാണെന്ന് പറയുന്നത് സ്നാനം പറയുന്നത്. ഞാൻ മാനസാന്തരപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ സ്നാനപ്പെട്ടു. അല്ലേ? പറയുന്നത് മത്തായി സുവിശേഷം 3-ാം അധ്യായം 5-8 ഭാഗം വായിക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത്? 3-ാം അധ്യായം 5-8 വരെയുള്ള ഭാഗം വായിച്ചു. യോർദാൻ നദിയിൽ വെച്ച് സ്നാനം കൊടുത്ത ആരായിരുന്നു? അത് എന്തിന്റെ സ്നാനമായിരുന്നു? മാനസാന്തര സ്നാനമായിരുന്നു. അല്ലേ? യോഗനം നൽകിയത് മാനസാന്തര സ്നാനം ആയിരുന്നു. വായിച്ച ബാക്കി. സർപ്പസന്തതികളെ ആര്? 16 മുതൽ 17 വായിച്ചു. യേശു ക്രിസ്തു ആരിൽ നിന്നാണ് സ്നാനം സ്വീകരിച്ചത്? യോർദാനിൽ. എവിടെ വെച്ചാണ്? യോർദാൻ നദിയിൽ യേശു ക്രിസ്തു സ്നാനം സ്വീകരിച്ചു. വായിച്ചെന്താ? വെള്ളത്തിൽ നിന്ന് കയറി. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമുണ്ട് ഇവിടെ. യേശു ക്രിസ്തു സ്നാനം നൽകുവാൻ എവിടെ ഇറങ്ങി? യോർദാൻ നദിയിൽ ഇറങ്ങി. അപ്പൊ ഈ കാലം കൈയും കഴിയാൻ തളിച്ച് സ്നാനമാണോ എങ്കിൽ യോർദാൻ നദിയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. തളിച്ച് സ്നാനമാണ് ശരിയായ സ്നാനമെങ്കിൽ യോർദാൻ നദിയിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? കരയിൽ ചെന്നത്തെ കുറിച്ച് വെള്ളം കോരി തളിച്ചാൽ മതി, ആ സ്നാനമായി മാറുമായിരുന്നു. അപ്പൊ അതെന്തല്ല? തളിപ്പ് സ്നാനം, അത് സ്നാനമല്ല. യേശു ക്രിസ്തു യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം ഏറ്റു. ആ സമയത്ത് എന്താ സംഭവിച്ചതറിയോ? ആ സമയത്ത് സ്വർഗം തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നവൻ കണ്ടു. എന്താണ് അറിയുന്നത്? ദൈവത്തിന്റെ ആത്മാവ്. അല്ലേ? പ്രാവെന്ന രൂപത്തില് ഇറങ്ങി വന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നിങ്ങളും സ്നാനപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിനെ സന്തോഷിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൾ എന്റെ പ്രിയമകൾ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആര് സ്നാനപ്പെടുന്നു അങ്ങ് സന്തോഷിക്കുന്നു. അല്ലേ? സ്നാനം സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം നാം അറിയാതെ മാറ്റി. ഇവരെന്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചു. അതിനെ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ വേറൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 1:9 മുതൽ 11 വരെ വായിക്കുമ്പോൾ വിളരുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് യേശു
ഗലീലയിലെ നസ്രത്തിൽ വന്ന് യോഹന്നാൻ യോർദാനിൽ സ്നാനം ആ യോഹന്നാൻ ചെയ്തു, യോർദാനിൽ സ്നാനപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നത് ചെയ്തു. ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നത് കണ്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ സ്നാനമെടുക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് കൂട്ടായി, നിങ്ങളുടെ സംരക്ഷകനായി നിങ്ങളോട് കൂടെ ഉണ്ട്. അല്ലെ? ആ സമയം മുതൽ ഒരു പിശാചിനെ കൊണ്ട് നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യും? സംരക്ഷിക്കും. നിങ്ങളോട് കൂടെ. അതുകൊണ്ട് ചെയ്യണം, നമ്മൾ സ്നാനപ്പെട്ട് ദൈവ സഭയോട് ക്രിസ്തുവോട് ചെയ്യണം ചേർന്ന്. ലോകവും ലോക സ്നേഹവും ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമാണെന്ന് പറയുന്നത് സ്നാനം. അല്ലേ? ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് സ്നാനം വേണ്ട. എന്താ? ഇതാണ് സുഖം. ഏത് രൂപത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ജീവിക്കാം. അല്ലേ? എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അപ്പോ നമ്മൾ ലോകവും ലോക സ്നേഹവും ഉപേക്ഷിക്കുന്നതിന്റെ അടയാളമാണെന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നാം പാപം ഏറ്റുപറയുമ്പോൾ സാത്താനോട് നീന്തും വിട സാത്താനെ വിടാം. നമ്മൾ സ്നാനം ചെയ്യുന്ന സമയത്തിൽ എന്തില്ല? സാത്താനോട് യാതൊരു ബന്ധവും ഇല്ല. സാത്താനോട് വിട പറയുക. ഇനി എന്റെ ബന്ധം എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കും. ആരും പഠിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, സ്നാനപ്പെടുന്നത്. അല്ലേ? നമ്മളില്ലേ പിന്നെ ആടിനെ കുളിപ്പിക്കപ്പെടുന്നുണ്ട്. ആട് ഇഷ്ടത്തിന് കുളിക്കാൻ ഇല്ല. ഓടിച്ചുള്ളതിനെയും നമ്മൾ അങ്ങോട്ട് പിടിക്കും, നമ്മൾ ഇങ്ങോട്ട് പിടിക്കും. അതുപോലെ സ്നാനപ്പെടാൻ പോകണം. സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ സ്നാനപ്പെടണമല്ലേ? എനിക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം, ഞാൻ സ്നാനപ്പെടാം. എനിക്ക് ക്രിസ്തുവിനെ വേണം, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ലോകമോഹങ്ങളിൽ എന്ത് ചെയ്യും? ഞാൻ അകപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് ആര് വേണം? എനിക്ക് എന്റെ ക്രിസ്തുവിനെ വേണം. ആ ഒരു ചിന്തയാണ് സ്നാനപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലേ? അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ ഒത്തിരി സ്നാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇനിയും ഉണ്ട്. സമയം എനിക്ക് വളരെ 10 മിനിറ്റാണ് ലഭിച്ചത്. നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ ലഭിച്ചത് വെറും 10 മിനിറ്റാണ്. എങ്കിലും ഞാൻ 10 മിനിറ്റ് കൂടുതൽ എടുത്തു. സ്നാനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി വരും സമയത്തിനെയും പഠിപ്പിക്കും. കാരണം അത് നമുക്ക് ആവശ്യമാണ്. എനിക്ക് പ്രസംഗിക്കാൻ എത്ര സെക്കൻഡാണ്? മാക്സിമം 6 മണിക്കൂർ കിട്ടണം. അത് കണക്കാക്കി പ്രോഗ്രാം ക്രമീകരിക്കാം. സമയം നോക്കി ഇടണം പ്രോഗ്രാം ക്രമീകരിക്കാം. എനിക്ക് സമയം കിട്ടിയത്